അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന പഠിത്തം ദുഃഖമാണ്, ഉഴപ്പല്ലോ സുഖപ്രദം. ഞാൻ ആരാണെന്ന് ഈ ക്ലാസ്സിൽ ബെഞ്ചിനും ഡെസ്കിനും വരെ അറിയാം. അത് ശരിയാ, ഈ ക്ലാസ്സിൽ തന്നെ തോറ്റു എടുക്കാണല്ലേ. സുഖമാണോ സുഖപ്രതി? അല്ല, സുഖമല്ല. 4 ദിവസമായിട്ട് സന്ധിവേദനയായിരുന്നു. എന്റെ നിന്നോടല്ല ചോദിച്ചത്, കേട്ടവർക്ക് ഉത്തരം പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. പുതിയ ആളാണല്ലേ? അല്ല, പഴയ ആളാ. ഇവിടെ പുതിയതാ. ആഹാ. എങ്ങനെയുണ്ട് സാറിന്റെ പഠിക്കലൊക്കെ? ആ, സാറിന് മലയാളത്തിന്റെ ABCD അറിഞ്ഞൂടാന്ന് കേട്ടു. ഞാൻ പറഞ്ഞു സമയം എഴുതിയിട്ട് അതിന്റെ ജനന സമയമൊന്നുമില്ല എഴുതിയെടുക്കാനായിട്ട്. നിന്റെ മരണസമയം ഓർത്ത് വെച്ചോ. നീ പോടാ. എന്റെ വിദ്യാർത്ഥികൾ കുറച്ച് സാമാന്യബോധവും വിവരമുള്ളവരായിരിക്കുമെന്ന് വേണ്ട. സ്ഥാനത്തുണ്ടെങ്കിൽ വേണ്ട ചിരിക്കണപ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊരു കാര്യം, ജില്ലാതലത്തിൽ ഒരു ക്വിസ് മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഏറ്റവും മിടുക്കനായ ഒരു കുട്ടിയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? ഞാൻ റെഡി. എന്തിനു റെഡി? കിസ് മത്സരം. ക്വിസ് മത്സരമല്ല, പിന്നെ ക്വിസ് മത്സരം. പോയിട്ടാ ആ വിചാരിക്കണ മറ്റേ പറയ ഡ്രൈവില് എന്തോ മത്സരമാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഒന്ന് പരിശോധിക്കാം. അറിയാലോ, ഇംഗ്ലീഷ് ലോക ഭാഷയാന്നാ പറയണേ. തോറ്റ ലോക തോൽവിയായിരിക്കും. ആദ്യം ഞാൻ കുറച്ച് മലയാള വാക്കുകൾ പറയും. അപ്പൊ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പറയണം. ആദ്യത്തെ വാക്ക് നിഷ്കളങ്കൻ. ഇരുന്നോളൂ കുട്ടി, ഇരുന്നോളൂ. മൽഗോഷ്. ഇന്നസെന്റ്. ഉദ്ദേശങ്ങളല്ല. സൈലൻസ്. അടുത്തത് But there's no space. ക്രൂരൻ. Okay? ഇരുന്നോളൂ. ഇവിടെ ക്രൂരൻ. ഇംഗ്ലീഷ് ഞാൻ പറയണം. അല്ല, പിന്നെ ഞാൻ പറഞ്ഞോ? Is that me? ക്രൂരൻ. No. ജോസ് പ്രകാശ്. ജോസ് പ്രകാശ. ഇന്നസെന്റ് നിഷ്കളങ്കനാണെങ്കിൽ ജോസ് പ്രകാശിന് ക്രൂരനും ആവാം. എന്താന്നറിയാം? പോളെ നീ പോടാ. നീ പോടാ. Wait, you can say ക്ലാസ്സിൽ സമയം കളയാറും. അടുത്തത് I think. കുറച്ചുകൂടി കട്ടി കൂടിയ ഒരു ചോദ്യമാണ്. No, I think. Who is known as father of the nation? Oh, I know where can I sit. I can sit. Mangos? Oh. അറിയോ? Hey, sit here, sit here. പീതാംബരൻ. പീതാംബരനോ? ഓ, ഏത് പീതാംബരൻ? ദിനേശന്റെ അച്ഛൻ. ഫാദർ ഓഫ് ദിനേശൻ അല്ലേ ചോദിച്ചത്? ഫാദർ ഓഫ് ദി നേഷൻ അല്ല, പിന്നെ ഫാദർ ഓഫ് ദി നേഷൻ. അതെനിക്കറിയാൻ രാഷ്ട്രപിതാവ്. അതെനിക്കറിയാം. ആ. ഇപ്പൊ കണ്ടോ? കുട്ടി പറയൂ. സർ, മഹാത്മാഗാന്ധി. ഇടുക്കി. ആരവിടെ? ഞാനാണ് മാധവൻ. ശിവരാമകൃഷ്ണ ഗണപതി സുബ്രഹ്മണ്യ മാധവൻ. അത് ഞാൻ തന്നെയാണ് സാർ. ഓഹോ, ഒരു പഞ്ചായത്തിലെ മൊത്തം പേരുടെ പേരും എന്റെ അടുത്തേക്കാണ്.
സൈലൻസ്. നമുക്ക് അടുത്തതായിട്ട് സൈലൻസ് കുറച്ച് വാക്യത്തിൽ പ്രയോഗം പരിശീലിക്കാം. ഞാനൊരു മലയാളം വാക്ക് പറയും, നിങ്ങളത് ഒരു വാചകം ഉണ്ടാക്കണം. വാക്ക് ഇതാണ്: 1.5 കോടി. 1.5 കോടി. 2 മണിയുടെ അമ്മേ നാരായണ പിടിക്കാൻ ഞാൻ 1.5 കോടി. അമ്മേ നാരായണൻ ആ, എന്തുവാണ് 2 മണിയുടെ അമ്മേ നാരായണ വട്ടപ്പാറക്കുള്ള ബസ്. ആ ബസ് ഊളമ്പാറയ്ക്ക് വല്ലതും പോയിരുന്നെങ്കിൽ ക്ലാസ് രക്ഷപ്പെട്ടനെ. ഇയാൾക്ക് പഠിപ്പിക്കാറുള്ളതാ. ഈ മേലെ നീ വാക്യത്തിൽ പ്രയോഗിച്ചെന്ന് അറിഞ്ഞാ നമുക്കിനി അടുത്തായിട്ട് കുറച്ച് സാഹിത്യത്തിലേക്ക് കിടക്കാം. വൃത്തവും അലങ്കാരവും, അതാണ് നമുക്ക് ചെയ്യുന്നത്. ആദ്യമായി മാലിനിയുടെ ലക്ഷണം. സന്തോഷ്. മാലി ഇടയ്ക്കിടയ്ക്ക് ചുമന്ന ചുരിദാർ ഇട്ട് വരാറുണ്ട്. ബാക്കിൽ മുടി ഇങ്ങനെ പിന്നിക്കിട്ടിട്ട് തുളസിക്കതിരി ഉണ്ടോ എന്നൊരു സംശയം. സംശയിക്കണ്ട, തിങ്കളാഴ്ച വെള്ളിയാഴ്ച വെക്കാറുണ്ട്. പെണ്ണുങ്ങളുടെ ലക്ഷണം പറയാമോ? എടാ, ഇത് മാലിന്യ വൃത്തത്തിന്റെ ലക്ഷണം. അതെനിക്കറിഞ്ഞൂടെ. ഞാൻ ചൊല്ലിത്തരാം, കേട്ടോളൂ. നന്നമായ യുഗം 8 തട്ടണം മാലിനിക്ക്. റെഡി സർ. എന്തിനു വേണ്ടി? തട്ടാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞേ. അയ്യോ, ഇത് ഭക്ഷണം തട്ടുന്ന കാര്യമല്ല, മാലിന്യ വൃത്തത്തിന്റെ ലക്ഷണം. ആ, ഇത് തീറ്റാൻ പോന്നോളും.